ഉളുഹിയ്യത്ത് വളരെ ശ്രേഷ്ഠമായ കർമ്മമാണ് എന്ന് നമ്മൾ പറഞ്ഞു. പെരുന്നാൾ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന കർമ്മം ഉളുഹിയ്യത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബലിയറുക്കുന്ന മൃഗം, അതിന്റെ കൊമ്പുകളും അതിന്റെ കുളമ്പുകളും അതിന്റെ രോമങ്ങളും എല്ലാം ഉൾപ്പെടെ നാളെ ഖിയാമത്ത് നാളിൽ വരുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ രക്തം ഭൂമിയിലേക്ക് ഇറ്റുന്നതോടുകൂടി അല്ലാഹുവിങ്കൽ വലിയ സ്ഥാനം ലഭിക്കുമെന്നും അതിനാൽ നല്ല മനസ്സോടുകൂടി ഉളുഹിയ്യത്ത് നിർവഹിക്കണമെന്നും ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിന്ന് മഹാന്മാരായ മുൻഗാമികൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഉളുഹിയ്യത്തിനു വേണ്ടി തയ്യാറാകുന്ന നേരത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമൽ ഞാൻ ചെയ്യുകയാണെന്നും ആ ശ്രേഷ്ഠമായ അമൽ അതിന്റെ എല്ലാ പരിശുദ്ധിയോടും കൂടി നിർവഹിക്കുവാൻ എനിക്ക് കഴിയണമെന്നുമുള്ള നീയത്ത് നമ്മുടെ എല്ലാവരുടെയും കൽബിൽ ഉണ്ടാകണം. ഇത് നാം മറ്റാരെയും കാണിക്കാൻ വേണ്ടിയോ മറ്റൊരാളെ കവച്ചു വെക്കാൻ വേണ്ടിയോ മറ്റൊരാളെ തോൽപ്പിക്കാൻ വേണ്ടിയോ ചെയ്യുന്നതല്ല. നമുക്കിതിന് പ്രതിഫലം നൽകേണ്ടത് അല്ലാഹുവാണ്. നമ്മളിവിടെ ഒരു മൃഗത്തെ വാങ്ങി അറുത്തു കൊടുത്താൽ അതിന് പ്രതിഫലം നൽകാൻ ഇവിടെ ആർക്കും കഴിയുകയില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലിനും ആ അമലിന് കണക്കാക്കി പ്രതിഫലം നൽകാൻ കഴിയുന്നവൻ അല്ലാഹു റബ്ബുൽ ആലമീനാണ്. അപ്പോൾ അല്ലാഹു ആകുന്ന രക്ഷിതാവ്, ആ രക്ഷിതാവിങ്കൽ നിന്ന് എനിക്ക് വണ്ണമായ പ്രതിഫലം ലഭിക്കുവാനുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തുന്നത് കാണാം. ഉളുഹിയ്യത്ത് കൊണ്ട് എന്താണ് പ്രതിഫലം ലഭിക്കുക എന്ന് ചോദിച്ചപ്പോൾ മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞത് ഉളുഹിയ്യത്തിന്റെ മൃഗത്തിന്റെ ഓരോ രോമത്തിനനുസരിച്ചും നാളെ പരലോകത്ത് പ്രതിഫലമുണ്ട് എന്നാണ്. നമ്മൾ വാങ്ങുന്ന ഓരോ മൃഗത്തിന്റെയും രോമത്തിനനുസരിച്ച്, രോമകൂപങ്ങൾക്കനുസരിച്ച് നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്കതിന് പ്രതിഫലം കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി സാക്ഷിയായി ഹാജരായി നമുക്ക് വേണ്ടി വാദിക്കേണ്ട, നമ്മെ സിറാത്തിലൂടെ കടത്തിക്കൊണ്ടുപോകേണ്ട, മഹ്ശറയുടെ പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തിയെടുക്കേണ്ട ഒരു അമലാണ് നമ്മൾ ദുനിയാവിൽ ചെയ്യുന്നത് എന്നുള്ള വലിയ ഒരു ചിന്ത ഉളുഹിയ്യത്ത് നിർവഹിക്കുന്ന എല്ലാവരുടെയും കൽബിൽ ഉണ്ടാകണം. മറ്റു മദ്ഹബുകളിലൊക്കെയും നിർബന്ധമായതുകൊണ്ട് ഹനഫി മദ്ഹബിൽ വാജിബാണ്. മറ്റു മദ്ഹബുകളൊക്കെ അതിന് നൽകിയ പ്രാധാന്യം ഉൾക്കൊണ്ടതുകൊണ്ട് തന്നെ ഉളുഹിയ്യത്തിന് കഴിവുണ്ടായിരിക്കെ അത് ചെയ്യാത്തത് കറാഹത്തിന്റെ ഗണത്തിൽപ്പെടുമെന്ന് മഹാന്മാരായ ഫുഖഹാ നമ്മെ പഠിപ്പിക്കുകയാണ്. ഉളുഹിയ്യത്ത് കൊടുക്കാനുള്ള എല്ലാ ശേഷിയും ഉണ്ട്. ഉളുഹിയ്യത്തിന് ഒരു മൃഗത്തെ വാങ്ങി നൽകുവാനോ ഒരു ഷെയർ ചേരുവാനോ ഒക്കെയുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടും ഉളുഹിയ്യത്ത് ചെയ്യാത്തത് കറാഹത്താണ് എന്ന മഹാന്മാരായ മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെ ഉപേക്ഷിക്കരുതെന്ന് അതിന്റെ പ്രാധാന്യത്തെ തൊട്ട് മഹാന്മാരായ മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചു തരുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 കൊല്ലം മദീനയിൽ ഉണ്ടായിരുന്നു. ആ 10 കൊല്ലവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബലി നടത്തിയതായി മഹാന്മാരായ മുഹദ്ദിസുകൾ ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെ അവസ്ഥ നമുക്കറിയാം. അവിടെ തുടർച്ചയായി 3 ദിവസം അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്നും പട്ടിണിയായിരുന്നു എന്നും ഈന്തപ്പഴം കൊണ്ട് ഭക്ഷണം കഴിച്ചു എന്നുമൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ആ വീടിന്റെ ഉള്ളിൽ വെള്ളം സൂക്ഷിക്കാനുള്ള കൂജയും ഒരൽപ്പം ഭക്ഷണവുമല്ലാതെ പലപ്പോഴും ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് മുൻഗാമികൾ രേഖപ്പെടുത്തിയതൊക്കെ നമുക്കറിയാം. ആ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 കൊല്ലം മദീനയിൽ താമസിച്ച 10 കൊല്ലവും ആ 10 കൊല്ലവും ഉളുഹിയ്യത്ത് നടത്തിയതായി ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ പ്രയാസങ്ങളുടെ ഇടയിലും നബി തങ്ങൾ ഉളുഹിയ്യത്ത് നടത്തിയിട്ടുണ്ട്. അത്രയേറെ പട്ടിണിയിൽ താമസിച്ച കാലത്ത്, വറുതിയുടെ കാലത്ത്, യുദ്ധങ്ങളുടെ കാലത്ത്, പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞു നിന്ന കാലത്ത് ഉളുഹിയ്യത്ത് നടപ്പിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താൽപര്യമെടുത്തതായി മഹാന്മാരായ മുഹദ്ദിസുകൾ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി തരുകയാണ്. ഇതെല്ലാം ഉളുഹിയ്യത്തിന്റെ പ്രാധാന്യത്തെ നമ്മെ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇക്കൊല്ലം ചെയ്യേണ്ടതില്ല എന്നാരും മനസ്സുകൊണ്ട് വിചാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമ്മുടെ കൽബിൽ ഉണ്ടാകണം. അവിടുന്ന്
അവിടുന്ന് മദീനയിലുള്ള 10 കൊല്ലവും ഉദ്ഹിയ്യത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടാകുമ്പോഴെല്ലാം എന്റെ ആയുസ്സിൽ എത്ര കാലമുണ്ടോ അത്രയും കാലം ഒന്നുകിൽ ഒരു ഉരുവിനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു ഷെയർ ചേർന്നുകൊണ്ടാണെങ്കിലും ആ കർമ്മം ഞാൻ ചെയ്യുമെന്ന് ഖൽബുകൊണ്ട് നിയത്ത് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്ത് എന്ന് പറയുക. അതിനെയാണ് ദീൻ, പരിശുദ്ധമായ ദീനിനോടുള്ള അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് എന്ന് പറയുക. എല്ലാ കൊല്ലവും ഞാൻ നടത്തേണ്ടതുണ്ടോ എന്ന ചിന്ത നമ്മുടെ ഖൽബിൽ വരേണ്ടതില്ല. മറിച്ച് കഴിയും പോലെ എല്ലാം പരിശുദ്ധമായ ഉദ്ഹിയ്യത്തിന്റെ കർമ്മങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. ആദ്യം ഞാൻ പറഞ്ഞു വെച്ചതുപോലെ ഇതൊരു സൽക്കർമ്മമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഫലം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രവർത്തനവും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. നമ്മുടെ ഖൽബിലെ ഒക്കെ നിയ്യത്ത് ഇതിന് നാളെ പരലോകത്ത് കൂലി കിട്ടണം എന്നായിരിക്കണം. അല്ലാതെ ഇത് മറ്റുള്ള ആളുകളെ കാണിക്കണം എന്നല്ല. നമ്മുടെ ഖൽബിൽ അങ്ങനെ ഒരു ചിന്ത വരാനേ പാടില്ല. ഇതൊരു അമലാണ്. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഈ ജുമുഅയ്ക്ക് വന്ന ഏതെങ്കിലും ഒരാൾ മനസ്സിൽ ഞാൻ ജുമുഅയ്ക്ക് പോകുന്നത് നാട്ടുകാരൊക്കെ കാണണം എന്ന് വിചാരിച്ചു വന്നതാണ് എന്ന് തോന്നുന്നില്ല. നമ്മുടെ എല്ലാം മനസ്സിലുള്ളത് ജുമുഅ ദിവസം വളരെ ശ്രേഷ്ഠമായ ദിവസം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒന്നിച്ചുകൂടാൻ ആഹ്വാനം ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ജുമുഅ നിസ്കാരത്തിലേക്ക് നമ്മൾ പുറപ്പെടുകയാണ്. അതൊരാൾ കാണുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടാനില്ല. ഒരാളെയും കാണിക്കാനല്ലല്ലോ നമ്മൾ ജുമുഅയ്ക്ക് വന്നത്. അതുപോലെ നമ്മുടെ ഉദ്ഹിയ്യത്തും ഒരാളെയും കാണിക്കാനുള്ളതല്ല, ആരെങ്കിലും ബോധിപ്പിക്കാനുള്ളതും അല്ല. അതിന്റെ കൂലി അല്ലാഹുവിങ്കൽ കിട്ടേണ്ടതായതുകൊണ്ട് തന്നെ വളരെയേറെ സന്തുഷ്ടമായി, വളരെയേറെ സംതൃപ്തിയോടുകൂടി ആ അമൽ ചെയ്യുവാനുള്ള മുന്നൊരുക്കം നമ്മിൽ നിന്നെല്ലാവരിൽ നിന്നും ഉണ്ടാകണം. ഉദ്ഹിയ്യത്തിന്റെ മൃഗങ്ങളെ വാങ്ങുമ്പോൾ അതിന്റെ പ്രായമെത്തിയിട്ടുണ്ടോ എന്നറിയണം. ഏതെങ്കിലും ഒരു മൃഗത്തെ വാങ്ങി അറുത്താൽ അത് ഉദ്ഹിയ്യത്താവുകയില്ല. ഉദ്ഹിയ്യത്തിന് പറഞ്ഞ മാനദണ്ഡങ്ങളൊത്ത മൃഗമാണോ എന്ന് അറിവുള്ള ആളുകളോട് ചോദിച്ച് ഉറപ്പാക്കുക. ഇത് ഉദ്ഹിയ്യത്തിന് പറ്റിയ മൃഗമാണോ, അതിന്റെ പ്രായമെത്തിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും കൃത്യമായ ബോധ്യത്തോടുകൂടി ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് എല്ലാ സൂക്ഷ്മതയും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ മുതൽ അതിന് കുറവുകളില്ലാതെ അതിന്റെ പ്രായമെത്തി എന്നുറപ്പാക്കി അതിന് വേണ്ട ഗുണഗണങ്ങളെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതിനെ നമ്മൾ വാങ്ങുകയും ഉദ്ഹിയ്യത്തിലേക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ ഉദ്ഹിയ്യത്തിന്റെ ഇറച്ചി അത് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ആളുകളെയും സമീപിക്കും. ആ ആളുകൾക്ക് ചിലപ്പോൾ നമ്മൾ കൂലി പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ എന്റെ മൃഗത്തെ നന്നാക്കി തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര പൈസ തരാമെന്ന് പറയും. പലപ്പോഴും ജോലി കഴിയുമ്പോൾ കൂലി കൊടുക്കാറില്ല. ഇവിടെയെങ്ങുമല്ല, വേറെയുള്ള പല സ്ഥലത്തെയും കാര്യം ഞാൻ പറയാണ്. പല സ്ഥലങ്ങളിലും ഇവിടൊക്കെയുള്ള നല്ല ആളുകളാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ പലരും കൂലി കൊടുക്കാറില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ ഉത്തരം പറയേണ്ടി വരുമല്ലോ. ഈ അമല് സ്വീകരിക്കപ്പെടുകയില്ല. അവൻ മനസ്സ് നീറിക്കൊണ്ടാണ് പോയത്. റബ്ബേ, ഞാൻ ജോലി ചെയ്തിട്ട് ഇയാൾ കൂലി തന്നില്ലല്ലോ എന്ന് മനസ്സ് നീറിക്കൊണ്ടുപോയാൽ ഈ ഇറച്ചി ഈ മഹല്ലിലെ 100, 120, 200 വീട്ടിലെത്തിയാൽ പോലും അള്ളാഹു സ്വീകരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട്, ഒരാളുടെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട്, ഒരാളോടുള്ള കരാറ് പൂർത്തീകരിക്കാതെ, ഒരാൾക്ക് നാം കൊടുക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനം ചെയ്തത് നിറവേറ്റി കൊടുക്കാതെ അള്ളാഹുവിങ്കൽ അമല് സ്വീകരിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കരുത്. മറിച്ച് ഒരമല് ചെയ്യാണല്ലോ, അതിന്റെ എല്ലാ വശങ്ങളും കൃത്യമായി നാം മനസ്സിലാക്കുക. അതുപോലെ അറുക്കാൻ വേണ്ടി നാം ആരെയെങ്കിലും ഏൽപ്പിച്ചാൽ ഉദ്ഹിയ്യത്ത് നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ തന്നെ അറുക്കലാണ് ഏറ്റവും നല്ലത്. അറുക്കുന്ന സമയത്ത് അവിടെ സന്നിഹിതനായിരിക്കുകയെങ്കിലും വേണം. ഇനി നമ്മൾ ഒരാളെ ഏൽപ്പിച്ചെന്ന് വിചാരിക്കുക, നമ്മളെ ഏൽപ്പിച്ചാൽ ചില ആളുകൾ ഏൽപ്പിച്ചാൽ ഈ അറുക്കാൻ വരുന്ന ആളുകൾക്കും കൈമടക്ക് കൊടുക്കാറില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറുക്കാൻ വരുന്ന മൊല്ലാക്കന്മാർക്ക് ചിലർ വിചാരിക്കും, ചില ആളുകൾ കൊടുക്കാറുണ്ട്, ചിലർ വിചാരിക്കും ഇതൊക്കെ നമ്മളെ മൊല്ലാക്കന്മാരല്ലേ എന്ന് വിചാരിച്ച് പൈസ കൊടുക്കാത്ത വിളവന്മാരും ഉണ്ട് ആ കൂട്ടത്തിൽ. അത് ഇഷ്ടം കൊണ്ടുകൂടിയാണെന്നാ തോന്നുന്നത്, നമ്മളെ സ്വന്തം ആളുകളാണെന്ന് വിചാരിച്ചിട്ട്. അവരുടെ അധ്വാനത്തിന് മതിയായ, അവർക്ക് മനസ്സിന് തൃപ്തിയാകുന്ന, നമുക്ക് മനസ്സിന് തൃപ്തിയാകുന്ന ഒരു സംഖ്യ കൊടുക്കേണ്ടതില്ലേ? അവർ ചെയ്യുന്ന അധ്വാനം വലുതല്ലേ? അതുകൊണ്ട് തന്നെ അറവിന്, അത് വെട്ടുന്നതിന്, അത് നന്നാക്കുന്നതിനൊക്കെയുള്ള കൂലി അത് കൃത്യമായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിങ്ങനെ ഒരു ഉരുവിനെ വാങ്ങി അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ
റബ്ബിന്റെ മാർഗത്തിൽ ഉദ്ഹിയ്യത്ത് നടത്താൻ കഴിയുമെങ്കിൽ അനുബന്ധമായി ചെലവുകളൊക്കെയും അതിന്റെ കൂടെ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നതേയുള്ളൂ. പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി നാം നിർവഹിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ വളരെ കുറ്റമറ്റതായിട്ടാണ് നാം അതിനെ നിർവഹിക്കുന്നതെങ്കിൽ അള്ളാഹു അതിന് തരുന്ന പ്രതിഫലം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വിശാലമായ പ്രതിഫലമാണ്. ആ പ്രതിഫലങ്ങളെ കുറിച്ചാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നത്. ആ പ്രതിഫലം കരസ്ഥമാക്കണമെന്ന ഉത്കടമായ ആഗ്രഹം അത് മാത്രം ഖൽബിൽ വെച്ചുകൊണ്ട് ഈ ബലികർമ്മത്തിലൂടെ, ഈ ഉദ്ഹിയ്യത്തിലൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അള്ളാഹുവിന്റെ പൊരുത്തമാണ്, അള്ളാഹുവിങ്കൽ എനിക്ക് ലഭിക്കാനുള്ള പ്രതിഫലമാണ്. അതല്ലാതെ ഒന്നും ഞാൻ എന്റെ ഖൽബിൽ കരുതുന്നില്ല. അത്ര നിഷ്കളങ്കമായി വളരെ നന്നായി നല്ല രീതിയിൽ ആ കർമ്മങ്ങളൊക്കെയും ചെയ്യാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.